വീണ്ടും വരുന്ന നല്ലവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തിനെ അറിയിക്കുന്നു. ജീസസ് ഫെലോഷിപ്പ് മിനിസ്ട്രിയോട്ട് ഇവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തമ്പുരാൻ കൊണ്ടിട്ട രണ്ടാശയങ്ങൾ ഞാൻ കൈമാറ്റം ചെയ്തുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഏറിയ ഭാഗവും അവർ വിചാരങ്ങളിലാണ് ജീവിക്കുന്നത്, ചിന്തകളിലാണ് ജീവിക്കുന്നത്. സ്തോത്രം. എന്താണ് നിങ്ങളുടെ വിചാരം? എന്താണ് നിങ്ങളുടെ ചിന്ത? എൻ്റെ ഈ കടഭാരം എങ്ങനെ മാറും? എൻ്റെ ഈ രോഗം എന്നെ കൊണ്ട് പോകുമോ? ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ മരിച്ചു പോകുമോ? സ്തോത്രം. എനിക്കൊരു ജോലിയുടെ വാതിൽ തുറക്കുമോ? എനിക്ക് പഴയതുപോലെ ഒരു കുടുംബജീവിതം ഉണ്ടാകുമോ? എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമോ? ഇങ്ങനെ 100 കൂട്ടം വിചാരങ്ങളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആമേൻ. നിങ്ങൾ ഒരു ദിവസം മുഴുവനും ചിന്തിച്ച് നടന്ന് ആഹാരം കഴിക്കുമ്പോഴും ആഹാരം വെക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നിൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ ഇതാണ്: നാളെ എന്ത് സംഭവിക്കും? നാളെ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഈ കടഭാരത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഈ ബാങ്കിൻ്റെ ലോൺ ഞാൻ എങ്ങനെ അടച്ചു തീർക്കും? ഹല്ലേലൂയ. എൻ്റെ വീടിൻ്റെ പണി എന്ന് നടക്കും? എൻ്റെ കൊച്ചിൻ്റെ കല്യാണം എന്ന് നടക്കും? എൻ്റെ ഈ കേസ് എന്ന് മാറും? ഇങ്ങനെ 1000 കൂട്ടം പ്രശ്നങ്ങൾ വിചാരിച്ച് രാത്രിയിൽ ഒരു 10 മണിക്ക് ബെഡ് കയറിയാൽ നീ 1 മണിയാകാതെ ഉറങ്ങത്തില്ല. അപ്പോഴും വിചാരിക്കുകയാണ്. സ്തോത്രം. അപ്പോഴും ചിന്തയാണ്, എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? നാളത്തെ പ്രഭാതത്തിൽ ഞാൻ എങ്ങനെ കടക്കാരുടെ മുഖത്ത് നോക്കും? സ്തോത്രം. ഇങ്ങനെ 100 കൂട്ടം വിചാരങ്ങൾ വിചാരിച്ച് ജീവിതത്തിൻ്റെ അകത്ത് ഞെരുങ്ങുന്നവർ ആരെങ്കിലും ഈ ഹോളിൻ്റെ അകത്തിരുന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ, ഈ മിനിസ്ട്രി കാണുന്നെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ സന്തോഷത്തിൻ്റെ ഒരു വാർത്ത പറയാം. നീ വിചാരിക്കുന്ന അതേ വിഷയത്തിൻ്റെ അകത്ത് സ്വർഗത്തിലെ അപ്പനും വിചാരിക്കുന്നുണ്ട്. ഓ, എത്ര പേർക്കാ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ പ്രശ്നം എന്താണ്? എന്ത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്? എന്ത് വിഷയത്തിനെ പറ്റിയാണ് നിന്റെ വിചാരം? ആ വിഷയത്തെപ്പറ്റി സ്വർഗത്തിലെ അപ്പനും വിചാരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്താ കാരണമെന്നറിയാമോ? നീ ഭാരപ്പെടുന്ന അതേ പ്രശ്നം, നീ ചിന്തിക്കുന്ന അതേ പ്രശ്നത്തെ ചൊല്ലി സ്വർഗം ചിന്തിക്കുന്നുണ്ട്. നിനക്ക് നല്ലൊരു അപ്പനുണ്ട് സ്വർഗത്ത്. നീ ഒറ്റയ്ക്കല്ല നിന്റെ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യുന്നത്. ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ സ്വർഗത്തിൽ നിനക്കൊരു അപ്പനുണ്ട്. നമ്മളങ്ങ് വിചാരിച്ച് മറിക്കുക. എന്നിട്ട് നമ്മൾ ചില വഴികൾ കണ്ടുപിടിക്കും. ഞാൻ അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് കൊച്ചിനെ അങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വിട്ടിട്ട് മറ്റേത് ചെയ്ത് അവിടുന്ന് കുറച്ച് ലോൺ എടുക്കും, അവിടുന്ന് കുറച്ച് ഗോൾഡ് എടുത്ത് ഇങ്ങനെ വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കുക. സ്തോത്രം. പ്രശ്നത്തിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുവാൻ വഴികൾ കണ്ടുപിടിക്കുക. നോ പ്രോബ്ലം. ഇവിടെ സന്തോഷിക്കാൻ ഒരു വകുപ്പുണ്ട്. നീ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്ന വഴിയുണ്ടല്ലോ, നിന്റെ ചിന്തയ്ക്കകത്തുള്ള വഴി, അതിൻ്റെ അകത്തും സ്വർഗത്തിന് ചില വഴികൾ നിന്റെ മുകളിൽ ഒരുക്കുന്നുണ്ട്. ഓഹോ, എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ചിന്തയ്ക്ക് മുകളിലോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോംവഴിക്ക് മുകളിലോ സ്വർഗത്തിന് ചില പോംവഴികളുണ്ട്. ഓ, സ്വർഗത്തിന് ചില വിചാരങ്ങളുണ്ട്, സ്വർഗത്തിന് ചില ആലോചനകളുണ്ട്, സ്വർഗത്തിന് ചില പദ്ധതികളുണ്ട്. അങ്ങനെയെങ്കിൽ നിന്റെ പ്രശ്നം പൊളിയാൻ സമയമായി. 2026 തുടക്കത്തിൽ ആത്മാവിന്റെ ഡിക്ലെയർ ചെയ്യുന്നു, നിന്നെ പറ്റി ചിന്തിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവ് നിനക്കുള്ളത് കൊണ്ട് നിന്റെ പ്രശ്നം പൊളിയാൻ പോകുക. നീ ജയമെടുക്കാൻ പോകുന്ന 2026 തുടക്കമായത്. ആമേൻ, ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ തട്ടി എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. അതുകൊണ്ട് ഭാരപ്പെട്ട് എന്നെ മീഡിയ മിനിസ്ട്രി കാണുന്ന നിന്നോടാണ് ഇന്ന് പകൽക്കാലം കർത്താവ് സംസാരിക്കുന്നത്. നീ ഏത് വിഷയത്തെപ്പറ്റി വിചാരിക്കുന്നു? ഏത് വിഷയത്തിൻ്റെ അകത്ത് നീ പോംവഴി കണ്ടെത്തിയിട്ടുണ്ട്? അതേ പ്രശ്നത്തിനകത്ത് സ്വർഗം പ്രതികരിക്കാൻ സമയമായി. കാരണം സ്വർഗസ്ഥ പിതാവ് നിന്റെ ചിന്തയ്ക്കപ്പുറമായ ചിന്തയിട്ടുകൊണ്ട് നീ ഉണ്ടാക്കിയതിനേക്കാളും അപ്പുറമായ വഴികൾ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട
ബന്ധപ്പെട്ടുകൊണ്ട് അവനൊരു ഡേറ്റ് നിന്റെ മുമ്പിൽ തുറന്നു തരാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് പകൽക്കാലം ആരാധിക്കാവൂ. സ്തോത്രം. യേശാപ്രവചനം 55:8 പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ഇന്ന് ഇതിൻ്റെ അകത്ത് നാളെപ്പറ്റി വിചാരപ്പെട്ടിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടെ സംസാരിക്കുകയാണ്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഇത്രയും ദിവസം നീ ആ പ്രശ്നത്തിനെ പറ്റി ചിന്തിച്ചാലോചിച്ച് കൊണ്ട് നടന്ന വിചാരങ്ങളെ അല്ല എൻ്റെ വിചാരം. മനസ്സിലായവർ ഒരു സ്തോത്രം പറ, സ്തോത്രം പറ. നീ വിചാരിക്കുന്ന നിന്റെ പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നീ വിചാരിച്ച് നനച്ച് പദ്ധതി ചെയ്തിരിക്കുന്ന അതേ പ്രോബ്ലത്തിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ വിചാരം നേരെയാണ് കേട്ടോ. എടാ, നിന്റെ പദ്ധതിയെ പൊളിക്കുന്ന ഒരു മേൽവിചാരകൻ നമുക്കുണ്ട്. അവന്റെ വിചാരം എന്താണെന്ന് അറിയാമോ? നിന്നെ തകർക്കുവാനല്ല, നിന്നെ പണിതുയർത്തുവാൻ, നിന്റെ പ്രശ്നത്തിന്റെ അകത്തുനിന്ന് നിന്നെ കരം പിടിച്ചുയർത്തുവാൻ. അവന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവ് പറയുന്നു, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. സ്തോത്രം. നിങ്ങളുടെ വഴികൾ എൻ്റെ വഴിയുമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് അതിനെപ്പറ്റിയുള്ള നിന്റെ ചിന്തകൾ, നിന്റെ വിചാരങ്ങൾ, അത് എൻ്റെ വിചാരമല്ല. സ്തോത്രം. എന്നിട്ട് പറയുന്നു, നിങ്ങൾ കണ്ടുവച്ച വഴികൾ എൻ്റെ വഴികളല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ പ്രശ്നങ്ങളെപ്പറ്റിയുള്ള വിചാരങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുക. നീ കണ്ടുപിടിക്കുന്ന വഴികൾ അവസാനിപ്പിക്കുക. സ്തോത്രം. കാരണം നീ വഴി കണ്ടുപിടിച്ചാലും, നീ എത്ര വിചാരിച്ചാലും, എത്ര പദ്ധതി കിട്ടിയാലും, സ്വർഗം പറയുന്നത് എൻ്റെ പദ്ധതിയല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതി. അല്ലെങ്കിൽ നിന്റെ പദ്ധതി പൊളിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുതം അവൻ ചെയ്യും. ഹല്ലേലൂയ. നീ പ്രശ്നത്തിൻ്റെ അകത്ത് തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല, നീ വഴി കണ്ടുപിടിക്കേണ്ട ആവശ്യവുമില്ല. സ്തോത്രം. പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചാൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് എൻ്റെ ദൈവത്തിനൊരു മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇത് വായിച്ച് അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി. ഞാൻ പൊതുവെ ഒന്നും വിചാരിക്കുന്ന ഒരാളല്ല, ഒന്നിനെപ്പറ്റി ടെൻഷൻ അടിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാലും എനിക്കൊരു സന്തോഷമുണ്ടായി. എൻ്റെ അപ്പൻ എന്നെപ്പറ്റി നല്ല വിചാരമുള്ളവനാ. എൻ്റെ അപ്പൻ ഞാൻ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായ വഴിവെട്ടി തരുന്നവനാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ സകല ചിന്താകുലവും എൻ്റെ തോളിൽ വെക്കുവാൻ പറഞ്ഞൊരു അപ്പൻ ഇതിനകത്തുണ്ട്. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ അപ്പൻ വിളിച്ചു പറയുന്നു, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളുമല്ല എൻ്റെ വഴികൾ. എനിക്ക് എൻ്റെതായ ചില വഴികളുണ്ട്, എൻ്റെതായ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ 2026 വെളിപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. വഴി തുറക്കും നിശ്ചയം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടും അപ്പന്മാരോടും പറയട്ടെ, നിന്റെ തലമുറയെ പറ്റി ദൈവത്തിന് നല്ല വിചാരമുണ്ട്. അവൻ ചില വഴികൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ വിശ്വസിക്കുന്നവർ ആ തലയിലോട്ട് കൈവച്ചിട്ടൊരു ആമീൻ അങ്ങ് പറ. നിന്റെ തലമുറയെ പറ്റി ദൈവത്തിന് നല്ല വിചാരമുണ്ട്. അപ്പനും അമ്മയ്ക്കും മാത്രമല്ല വിചാരം, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും പണിത് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനും ദൈവത്തിനറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് അവൻ്റെ വഴികൾ വെളിപ്പെട്ട് വരാത്തത്? നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് പാൽക്കാലം ഞാൻ ആത്മാവെ വിളിച്ചു പറയട്ടെ, നിന്നിലെ പ്രാർത്ഥനാ മനുഷ്യൻ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ വഴികൾ തെളിഞ്ഞു വരട്ടെ. ദൈവത്തിന്റെ പദ്ധതികൾ തലമുറയുടെ മുകളിൽ വെളിപ്പെട്ട് വരട്ടെ.
അതുകൊണ്ട് നിന്റെ ഉള്ളിലെ പ്രാർത്ഥന മനുഷ്യൻ ശക്തിപ്പെടുന്ന ഒരു 2026 ആവട്ടെ. സ്തോത്രം. എനിക്ക് സന്തോഷം തന്നത് നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ എന്ന് പറഞ്ഞ് തമ്പുരാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. അതിൻ്റെ താഴെ പറയുന്നു, വാക്യം 9, ആകാശം ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, സ്തോത്രം, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മനസ്സിലായില്ല? മനസ്സിലായെങ്കിൽ ഇങ്ങനല്ല ഒരു ഹല്ലേലൂയ പറയേണ്ടത്. തമ്പുരാൻ പറയുന്നു, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. എന്നിട്ട് പറയുകയാണ്, ആ വഴികൾ എത്ര അനുഗ്രഹമാണെന്നാണ്, എത്ര ഉന്നതമാണെന്നാണ് തമ്പുരാൻ പഠിപ്പിക്കുന്നത്. ഭൂമിക്ക് മുകളിൽ ആകാശം ഉയർന്നു നിൽക്കുന്നത് പോലെ. ഭൂമിയിൽ നിന്ന് ആകാശത്തിന് എത്ര കിലോമീറ്റർ ഉണ്ട് ചായ? ഈ ഭൂമിയുടെ മുകളിൽ ആകാശം എത്രമാത്രം ഉയർന്നു നിൽക്കുന്നു. എൻ്റെ വിചാരങ്ങൾ നിന്റെ വിചാരത്തിനേക്കാൾ അത്ര അധികം ഉയർന്നു നിൽക്കുന്നു. എടാ, ഈ റേഞ്ചിൽ കയറി നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ? തമ്പുരാന്റെ റേഞ്ചിൽ കയറി ആർക്കെങ്കിലും ആ വിഷയത്തിനെ പറ്റി ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലേ, ഇല്ല. അപ്പോൾ തമ്പുരാൻ പറയുകയാണ്, നിന്റെ വിഷയത്തിൻ്റെ അകത്ത് നിന്റെ ചിന്തയല്ല എൻ്റെ ചിന്ത. എൻ്റെ ചിന്ത ഭൂമിയുടെ മുകളിൽ ആകാശം ഉയർന്നു നിൽക്കുന്ന റേഞ്ചിലാണ് ഞാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവച്ചിരിക്കുന്നത്. നിന്റെ ചെറിയൊരു ബുദ്ധിയിലുള്ള വിചാരമല്ല എൻ്റെ ബുദ്ധിയിലുള്ളത്. ഒറ്റ വാക്കുകൊണ്ട് ഉലകത്തെ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാന്റെ ബുദ്ധിയിലുള്ള വിചാരങ്ങൾ എത്രയോ വലുതാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ കിടന്ന് അധികം അങ്ങ് വിചാരിക്കാൻ പോകണ്ട. അടുത്തിരിക്കുന്നോണ്ട് പറ, കൂടുതൽ വിചാരിക്കാൻ പോകണ്ടെന്ന് പറ. സ്തോത്രം. അധികം വഴിവെട്ടാൻ പോകണ്ടെന്ന് പറ. കാരണം നീ വിചാരിക്കാൻ തുടങ്ങിയാൽ, നീ വഴിവെട്ടാൻ തുടങ്ങിയാൽ അപ്പൻ്റെ വെട്ടം അവിടെ നിർത്തും, അപ്പൻ്റെ വിചാരം അവിടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാൻ പറയുന്നു, നിന്റെ സകല ചിന്താകളും എൻ്റെ തോളിൽ വെക്കാൻ. എൻ്റെ തോളിൽ വെക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കാനാണെങ്കിൽ അപ്പം തിരിഞ്ഞു നോക്കത്തില്ല. ഇന്ന് പകൽക്കാലം നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വന്തം ഭാരങ്ങളെ സ്വന്തം ചുമലിൽ വെച്ച് ചുമക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ അത് താഴെ വെക്കുക. ഹല്ലേലൂയ. അത് തമ്പുരാൻ എന്നേ അവൻ്റെ തോളിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ യേശുവിനെ അനുവദിക്കുക. യേശുവിനെ അനുവദിക്കുക. ആമേൻ. എത്ര പേർ ഇന്ന് പൽക്കാലം നിന്റെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ കരത്തിലോട്ട് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്? ആമേൻ. നിന്റെ തലമുറയെ പറ്റിയുള്ള വിചാരങ്ങൾ, നിന്നെ പറ്റിയുള്ള വിചാരങ്ങൾ നിന്നേക്കാളും അപ്പുറമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നല്ലൊരു യേശു കർത്താവ് നമുക്കുണ്ട്. അതാണ് നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. യെശയ്യാവ് 44:3 പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഇതിനകത്ത് ആർക്കെങ്കിലും ഭയമുണ്ടോ? നാളത്തെ പറ്റി ആർക്കെങ്കിലും ഭയമുണ്ടോ? കുഞ്ഞുങ്ങളെ പറ്റി ആർക്കെങ്കിലും ഭയമുണ്ടോ? ജീവിത പങ്കാളിയെ പറ്റി ആർക്കെങ്കിലും ഭയമുണ്ടോ? നിന്റെ കടഭാരത്തെ പറ്റി നിനക്ക് ഭയമുണ്ടോ? അയൽവക്കത്തെ ശത്രുവിനെ പറ്റി നിനക്ക് വല്ല ഭയമുണ്ടോ? ഹലോ, അങ്ങനെ ഭയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ചിന്തകളും നിന്റെ വിചാരങ്ങൾക്കും അപ്പുറമായി ചിന്തിക്കുന്ന, വഴിവെട്ടുന്ന തമ്പുരാൻ പറയുന്നു, നീ ഇനി മുതൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം അത് പൊട്ടണം. ആ ഭയം പൊട്ടിയിട്ട് ധൈര്യമകത്ത് കയറണം. ധൈര്യം. കാൽവറിയിൽ യാഗമായ ക്രിസ്തുവിൻ്റെ ധൈര്യം നിൻ്റെ അകത്ത് കയറണം. നിന്റെ അയൽവക്കത്തിരുന്ന് ആരാണ്ട് നിന്നെ ഏതാണ്ട് ചെയ്യുമെന്ന് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഭയപ്പെടുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അത്ര ചിന്തകൾ പൊട്ടിപ്പോട്ടെ. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും ഞാൻ പകരും. ഒരു സ്തോത്രം പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതിന് അങ്ങനൊരു സ്തോത്രം പറഞ്ഞാൽ പറ്റത്തില്ല. ശബ്ദമുയർത്തിയൊരു സ്തോത്രം പറ.
ഹല്ലേലൂയ. നീ ദാഹിച്ചിരിക്കുന്നിടത്ത് എന്താണ് നിന്റെ ദാഹം? നാളത്തെ എൻ്റെ കേസിൻ്റെ റിസൾട്ട് എന്താകുമെന്നാണോ? അതാണോ നിന്റെ ദാഹം? എൻ്റെ തലമുറയുടെ കല്യാണം നടക്കുമോ എന്നതാണോ? നീ എവിടെയാണ് ആശങ്കപ്പെടുന്നത്? എവിടെയാണ് നീ ദാഹത്തോടുകൂടി ഇരിക്കുന്നത്? അങ്ങനെയുള്ളവരോട് പറയുകയാണ്, നീ ദാഹിച്ചിരിക്കുന്നിടത്ത് തന്നെ നിനക്ക് ഞാൻ വെള്ളം തരുമെന്ന്. സ്തോത്രം. നിന്നെ ദാഹിപ്പിക്കുന്ന, നിനക്ക് പൈതാഹം കൊണ്ടിടുന്ന, നിന്റെ മനസ്സിനെ ഉണക്കിക്കളയുന്ന പ്രശ്നം എവിടെയാണോ അവിടെ തമ്പുരാൻ സന്തോഷത്തിൻ്റെ വെള്ളം കൊണ്ട് നിറയ്ക്കുമെന്ന്. ഓ, ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന വിഷയം യേശുവിൻ്റെ നാമത്തിൽ അത് കെട്ടുപൊട്ടി പോകുക. എന്നിട്ട് അവിടെ ഒരു സമൃദ്ധി ഉണ്ടാകാൻ പോകുക, അവിടെ ഒരു സമാധാനം ഉണ്ടാകാൻ പോകുക. അത് വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് പൽക്കാലം കരമടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാവൂ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, വരണ്ട നിലത്ത് നീരൊഴുക്കുകൾ ഞാൻ പകരും. നീരൊഴുക്ക് പകരുമെന്നല്ല പറഞ്ഞ്, നീരൊഴുക്കുകൾ, ഒന്നിലധികമായ നന്മയുടെ ഒഴുക്കുകൾ നീ എവിടെ വരണ്ടിരിക്കുന്നു അവിടോട്ട് ഒഴുകി വരാൻ പോകുന്നു. അന്തര ചില നന്മയുടെ ഉറവകൾ നീ ദാഹിച്ചിരിക്കുന്ന നിന്റെ ഭവനത്തിൻ്റെ അകത്തോട്ട്, നിന്റെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് ചില നന്മയുടെ സന്തോഷത്തിൻ്റെ ഉറവകൾ, നീരൊഴുക്കുകൾ ഇന്ന് പകൽക്കാലം അത് പുറപ്പെടാൻ പോകുക. ഓ, അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ ദൂതുകൾ ഇവിടെ ഇരിക്കുന്ന സകലത്തിനുമുള്ളതാണ്. മാതാപിതാക്കളെ നിങ്ങൾക്കുള്ളതാണ്, ഭാര്യയെ ഭർത്താവെ നിനക്കുള്ളതാണ്, അപ്പന്മാരെ നിനക്കുള്ളതാണ്, കുഞ്ഞുങ്ങളെ നിനക്കുള്ളതാണ്. എവിടെ നീ വരേണ്ട ദേശമാണോ നിന്റെ മനസ്സ്, അതിൻ്റെ അകത്ത് സന്തോഷത്തിൻ്റെ ഉറവകളെ തുറക്കുന്ന ഒരു പകൽക്കാലം എന്ന് പറഞ്ഞാൽ കരങ്ങളെ തട്ടി ദൈവത്തിന് നല്ല മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതിന് താഴെ പറയുന്നു, നിന്റെ സന്തതിയുടെ മുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. പോരാ, പോരാ, പോരാ. മാതാപിതാക്കളെ ഇങ്ങനെ കരമടിച്ചാൽ പോരാ. എന്ന് പകൽക്കാലം സ്വർഗം വിളിച്ചു പറയുന്നു, നിന്റെ തലമുറയുടെ മുകളിൽ കോടികൾ കൊടുക്കുമെന്നല്ല പറഞ്ഞത്, നിന്റെ തലമുറയുടെ മുകളിൽ, നിന്റെ സന്തതിയുടെ മുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഓ, ഇന്ന് പകൽക്കാലം എത്ര മാതാപിതാക്കൾ അത് വിശ്വസിക്കുന്നു. നിന്റെ തലമുറയുടെ മുകളിൽ എടാ എത്ര പണം കൊടുത്താലും നേടിയെടുക്കാൻ കഴിയാത്ത സ്വർഗത്തിന്റെ മഹാശക്തിയായ പരിശുദ്ധാത്മാവിനെ നിന്റെ തലമുറയുടെ മുകളിൽ പകരുമെന്ന് സ്വർഗം ദൂത്. ഓ, ചിലർ വെറുതെ നോക്കിയിരിക്കുന്നു. കരങ്ങൾ അടിച്ച് ആ ദൂത് ഏറ്റെടുക്ക. പ്രൈസ് ദി ലോർഡ്. ഇത് അത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. അത് ആത്മപകർച്ചതിന്റെ തലമുറയുടെ മുകളിൽ 2025 അവസാനം വരെ നിന്റെ തലമുറ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ആരാധിച്ചിട്ടില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ടില്ലെങ്കിൽ, സ്വർഗം എന്നോട് പറയുന്നു, ദൂതിൽ കൂടെ പറയുന്നു, ഈ വർഷം അത് സംഭവിക്കാൻ പോകുക. നിന്റെ തലമുറയുടെ മുകളിൽ ആത്മാവിനെ പകരുന്നവര്, അത് വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ. നിന്റെ തലമുറയുടെ മുകളിൽ, നിന്റെ തലമുറയുടെ മുകളിൽ, നിന്റെ തലമുറയുടെ മുകളിൽ ആത്മപകർച്ച നടക്കാൻ പോകുന്നു. ഓ റിബനാശമാരമാ. കരങ്ങളെ ചേർത്തടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അത് എത്ര തലമുറകൾ അത് വിശ്വസിക്കുന്നുണ്ട്, ആ തലമുറകൾ കരമുയർത്തി എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. 2026 തുടക്കത്തിൽ മാതാവേ, പിതാവേ, നിന്റെ തലമുറയ്ക്കുള്ള ദൂതാണിത്. നിന്റെ തലമുറയുടെ മുകളിൽ, നിന്റെ സന്തതിയുടെ മുകളിൽ സ്വർഗം ആത്മാവിനെ പകരും. അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ തലമുറ എത്ര കിലോമീറ്റർ ദൂരമാണെങ്കിലും, അന്യദേശത്താണെങ്കിലും, ആത്മാവിന്റെ ഒരു പകർച്ച യേശുവിന്റെ നാമത്തിൽ പറന്നു ചെന്ന് അവരുടെ മുകളിൽ വീഴട്ടെ. വിശ്വസിക്കുന്ന മാതാപിതാക്കൾ എന്നോട് ചേർന്ന് വെറുതെ നോക്കിയിരിക്കരുത്. നിന്റെ തലമുറയെ പറ്റിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ തലമുറയ്ക്കുള്ള ദൂതാ ഞാൻ തരുന്നത്. ഇന്ന് നിന്റെ തലമുറയുടെ കുടുംബജീവിതം വളരെ മോശമായിരിക്കാം, കൈവിട്ടുപോയ അവസ്ഥയായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയുടെ മുകളിൽ വന്നാൽ ആ കുടുംബജീവിതം ഭദ്രമാകും. ഓ, അവന്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും, അവന്റെ ജോലി അനുഗ്രഹിക്കപ്പെടും, അവന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. അത് വിശ്വസിക്കുന്നവർ നല്ലതുപോലെ കരങ്ങളെ ചേർത്തടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ.
ഇത് വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. എൻ്റെ തലമുറയുടെ മുകളിൽ ആത്മാവിനെ പകരുമെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പകർച്ച നടന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് നിന്റെ തലമുറ പോക്കായിരിക്കും. മദ്യപിക്കും, സിഗരറ്റ് വലിക്കും, വീട്ടുകാരെ നോക്കത്തില്ല, അപ്പനെ അമ്മയും തല്ലും, നാട്ടുകാരെ ചീത്ത വിളിക്കും. അങ്ങനെ നിന്റെ തലമുറ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ 2026 തുടക്കത്തിൽ എൻ്റെ ആത്മാവിനെ നിന്റെ തലമുറയുടെ മുകളിൽ പകരുന്ന ഒരു പാൽക്കാലമാ. അത് വിശ്വസിച്ച് കരമടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുത്ത് നിങ്ങളുടെ തലമുറയുടെ വിവാഹം നടക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ തലമുറ ഒരു വലിയ ജോലിക്കാരനാകാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഉപവസിക്കുന്ന ഇതിനൊന്നും ആകരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. നിങ്ങൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, കർത്താവേ എൻ്റെ തലമുറയ്ക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ ഇതിനകത്തുണ്ടെങ്കിൽ, നിന്റെ തലമുറ മദ്യപാനിയാണെങ്കിലോ, നിന്റെ തലമുറ അവൻ ലഹരിക്ക് അടിമയാണെങ്കിലോ, ആത്മ പകർച്ച അവന്റെ മുകളിലുണ്ടാവും. അത് വിശ്വസിക്കുന്നവർ നല്ലതുപോലെ സ്തോത്രം. കേട്ടോണമേ, നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെ. അടുത്ത കേട്ടോണം, നിന്റെ സന്താനത്തിൻ്റെ മേൽ. നിനക്കൊരു ഒറ്റ കുഞ്ഞേ ഉള്ളെങ്കിൽ അതിൻ്റെ മുകളിൽ ഞാൻ ആത്മാവിനെ പകരും. ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അങ്ങനെയെങ്കിൽ 2026 എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ തലമുറയുടെ പൊസിഷൻ എന്താണെങ്കിലും അത് മാറാൻ സമയമായി. എന്നോട് സ്വർഗം ദൂത് പറയുന്നു, വചനത്തിൽ കൂടെ നിന്നോട് ദൂത് പറയുന്നു, നിന്റെ സന്താനത്തിന്റെ മേലും സന്തതിയുടെ മുകളിൽ ആത്മാവിനെ പകർന്ന് ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ മുകളിൽ ഇടുന്ന സമയമായി. നല്ലതുപോലെ കരങ്ങൾ വെച്ച് സ്തോത്രം. നമ്മുടെ സഭ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയാ. അതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് തലമുറയ്ക്ക് കൊടുക്കാൻ ദൂതുണ്ട്. ആ തലമുറയ്ക്ക് ദൂത് കൊടുക്കുന്നത് കൊണ്ട് വ്യത്യാസങ്ങൾ ഞാനും എൻ്റെ തലമുറയിൽ അറിയുന്നുണ്ട്. ഒരിക്കലും വിട്ടുപോകത്തില്ലെന്ന് പറയുന്ന ചിലത് വിട്ടുപോയിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന തലമുറ തുടക്കത്തിൽ എന്നോട് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളൊക്കെ വിട്ട് ഇന്ന് 2024 എത്തുമ്പോൾ നിന്റെ തലമുറ എത്ര അധികം അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവനൊരു പാവിയായിരുന്നെങ്കിൽ, അവനൊരു ശാപമായിരുന്നെങ്കിൽ, 2025 അവസാനത്തിൽ അവൻ നിനക്കൊരു അനുഗ്രഹമായില്ലയോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്വർഗം വിളിച്ചു പറയുന്നു, അവരുടെ മുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, എൻ്റെ അനുഗ്രഹത്തെ പകരും. അങ്ങനത്തെ ഒരു വർഷമാണ് 2026. എന്നിട്ട് ഈ നന്മകളൊക്കെ കൊണ്ട് പകർന്നു കൊടുത്തിട്ട് തമ്പുരാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. വാക്യം 4, അവർ ആര്? ഞങ്ങളുടെ തലമുറകൾ. അവർ പുല്ലിനിടയിൽ നീർത്തോടുകൾക്കരികിലുള്ള അലരികൾ പോലെ അവർ വളർന്നു വരും. അവർ പുല്ലിനിടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസം വരെ അവൻ്റെ നാമ്പ് ഉണങ്ങിക്കിടക്കുമായിരുന്നെങ്കിൽ, അവനൊരു തരിശു ഭൂമി പോലെ ആയിരുന്നെങ്കിൽ, എന്നോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന കെയറോഫ് ഞാൻ വിളിച്ചു പറയാം, നിന്റെ തലമുറ തളിർക്കാൻ സമയമായി. നിന്റെ തലമുറ തളിർക്കാൻ സമയമായി. അവന്റെ എല്ലാ പൈശാചിക ബന്ധനങ്ങളും പൊട്ടാൻ സമയമായി. അവന്റെ മുകളിൽ ആത്മാവ് കയറാൻ സമയമായി. അവൻ അലരലുകൾ പോലെ മുളച്ചു വരുന്ന ഒരു കാലമാ 2026. എത്ര പേരത് ഏറ്റെടുത്തു? എത്ര പേരത് ഏറ്റെടുത്തു? നിന്റെ തലമുറയെ പോലെ വഷളത്തമുള്ളൊരു തലമുറ ഈ ലോകത്തില്ല. എന്നാൽ ഈ ദൂത് നീ ഏറ്റെടുത്താൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്താൽ, അവൻ്റെ ആത്മാവ് അവൻ്റെ മുകളിൽ പകരും. ആത്മപകർച്ച വന്നാൽ ആള് മാറും. സ്തോത്രം. ആത്മാവിൻ്റെ പകർച്ച വന്നാൽ ആള് മാറും. സ്തോത്രം.
ആത്മാവിന്റെ പകർച്ച വന്നാൽ ആള് മാറും. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ തലമുറ മാറണമോ? നിന്റെ തലമുറ ആത്മാവ് വരട്ടെ, ആത്മാവ് വരട്ടെ. അതിനുവേണ്ടി മാതാപിതാക്കൾ ഉത്സാഹിക്കുക, മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുക. സ്തോത്രം. അതുകൊണ്ട് മാതാപിതാക്കൾ ആദ്യമേ ഒന്ന് ഗുണപ്പെടും. സ്തോത്രം. നിന്റെ സിഗരറ്റ് വലി ആദ്യമേ അങ്ങ് നിർത്ത്. വായിക്കാത്ത ശമ്പു വെക്കുന്ന പരിപാടി നീ അങ്ങ് നിർത്ത്. സ്തോത്രം. മറ്റുള്ളവരെ പറ്റി കൊതിഞ്ഞോണയം പറയുന്നത് അങ്ങ് നിർത്ത. സഭയ്ക്കെതിരെ നാവ് ചലിപ്പിക്കുന്ന പരിപാടി നിർത്ത. ദൈവദാസന്മാരെ ഫോഷ്ക്ക് പറയുന്ന പരിപാടി നിർത്ത. എന്നാൽ നിന്റെ തലമുറയുടെ മുകളിൽ ആത്മപകർച്ച ഉണ്ടാകുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഭാവിയെ നിങ്ങൾ കെട്ടിക്കളയല്ലേ. ആദ്യമേ നീ പ്രാർത്ഥിച്ചു കാണിക്ക്, ആദ്യമേ നീ ഉപവസിച്ച് കാണിക്ക്, ആദ്യമേ നീ ദൈവത്തിന് കൊടുത്തു കാണിക്ക്, ആദ്യമേ നീ ദൈവദാസന്മാരെ ബഹുമാനിച്ചു കാണിക്ക്, ആദ്യമേ നീ സഭയെ ബഹുമാനിച്ചു കാണിക്ക്. എടാ, ഇത് കണ്ട് നിന്റെ തലമുറ വളർന്നാൽ ആത്മ പകർച്ച അവിടെ മുകളിൽ ഉണ്ടാകും എന്ന് പാൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാതാപിതാക്കളോട് പറയുന്നു. ആദ്യമേ നിങ്ങളുടെ മുകളിൽ ആത്മ പകർച്ച ഉണ്ടാകട്ടെ. അതിന് നിങ്ങളെ വേണ്ടാത്ത പരിപാടികളെ വിട്ടുകളഞ്ഞ് ആത്മാവിനെ സ്വീകരിച്ച് നിങ്ങളെടുക്ക്. അതിനോട് കൂടെ നിന്റെ തലമുറയുടെ മുകളിൽ സ്വർഗം ആത്മാവിനെ പകരും. ആ പകർച്ച കണ്ടുകൊണ്ട് കരമടിച്ച് എൻ്റെ ദൈവത്തിന് നല്ലതുപോലെ മഹത്വം കൊടുത്താട്ടെ.